ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितं ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരിയും തത്സത്. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 5-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം മുതൽ. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശിന. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശിന. കസുചി മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। विद्या विनय संपन्ने ब्राह्मणे गविहस्तिनि शुनि चैव शुपाके च पंडिता समदर्शिना। हरे कृष्ण। സ്മിത മാതാജി. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। विद्या विनय संपन्ने ब्राह्मणे गविहस्तिनि शुनि चैव शुपाके च पंडिता समदर्शिनः। हरे कृष्ण। मंगला माताजी. हरे कृष्ण। हरे कृष्ण. हरे कृष्ण। ओम हरे नमो कृष्ण. भगवते वासुदेवाय। विद्या विनय संपन्ने ब्राह्मणे गविहस्तिनि शुनि चैव स्वपाके च पंडिता समदर्शिना। हरे कृष्ण। श्यामला माताजी. हरे कृष्ण। ओम नमो भगवते वासुदेवाय। विद्या विनय संपन्ने ब्राह्मणे गविहस्तिनि शुनि चैव स्वपाके च पंडिता समदर्शिनः. വിവർത്തനം ഭാവാർത്ഥം ദിവ്യപൂജസ്യ ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാതർക്കിച്ച്. അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ഡാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാനുതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണെ ഗവി ഹസ്തിനി സ്വനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശനം. വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് വിനയം ഉണ്ടായിരിക്കും, അല്ലെ? ഇവിടെ ഭൗതിക അജ്ഞാനമല്ല പറയുന്നത്, ആധ്യാത്മിക ജ്ഞാനത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ആർക്കാണോ ആധ്യാത്മിക ജ്ഞാനമുള്ളത് അവർക്ക് തീർച്ചയായിട്ടും വിനയം, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് ഒക്കെ, അതുകൊണ്ട് ധനികരായിരിക്കും അവർ. നമുക്ക് ഉദാഹരണം ഇഷ്ടം പോലെ എല്ലാ ആചാര്യന്മാരെടുക്കും. ഗോസ്വാമികൾ എസ്പെഷ്യലി നമുക്കറിയുന്നത് വൃന്ദാവനത്തിലെ ഷഡ് ഗോസ്വാമിമാർ എല്ലാം അവരുടെ വിനയം എന്ന് പറഞ്ഞാൽ എല്ലാം ഇത്രയും എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്, അല്ലെ? ഇത്രയും എക്സോൾട്ടഡ് പൊസിഷൻ അയക്കുന്ന ശുദ്ധ ഭക്തന്മാരുടെ ആ വിനയം കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എന്നിട്ട് നമുക്ക് ഒന്നും അറിയാത്ത നമ്മൾ വിചാരിക്കുന്ന നമ്മൾ എന്തൊക്കെയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ അവിടെ വിനയം ഉണ്ടായിരിക്കും. നിറകുടം തുളുമ്പില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ, അല്ലേ? അതേപോലെ വിദ്യ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിനയം ഉണ്ടായിരിക്കും. തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാഹരി എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭു നമുക്ക് 8 ശ്ലോകങ്ങളാണ് തന്നിട്ടുള്ളൂ.
ആകെ 8 ശ്ലോകങ്ങൾ. അതില് എല്ലാ വേദങ്ങളുടെയും നിച്ചോട്, ക്രീം, എസൻസ്, സാരമുണ്ട്. ഈ 8 ശ്ലോകങ്ങള് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ വേദങ്ങളുടെ എസൻസ് മനസ്സിലായി എന്നർത്ഥം. ആണ് തൃണാദപി സുനിച്ചേന തരോരപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയാസം. അപ്പോ ആചാര്യന്മാര് പറയുന്നത് എന്താണ്, ഇതിന്റെ ഒരു ഏലസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ ധരിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യാൻ, നമ്മൾ റിമൈൻഡ് ചെയ്യണം. അപ്പോൾ ഒരു നമ്മൾ പറയില്ലേ, കുട്ടികൾക്കൊക്കെ കണ്ണ് കാട്ടാതിരിക്കാൻ, ദൃഷ്ടിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏലസ് ഒക്കെ ധരിപ്പിക്കില്ലേ? നരസിംഹ എന്താ ഇതല്ലേ, എന്താണ് പറയാ, നരസിംഹന്റെ തകിടൊക്കെ ഇട്ടിട്ട് അതില് നരസിംഹ മന്ത്രമൊക്കെ എഴുതിയിട്ട് ഇട്ടില്ലേ? അതേപോലെ നമ്മളുടെ കഴുത്തിൽ അങ്ങനെ ഒരു ഏലസ് ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഇടണം. നമ്മളെ റിമൈൻഡ് ചെയ്യണം നമ്മൾ ആരാണെന്ന്. പോലീസ് ഒരു യൂണിഫോം ഇടുന്നുണ്ട്. പോലീസിന് എന്താ യൂണിഫോമിന്റെ ആവശ്യം? ഡോക്ടർ ഒരു യൂണിഫോം ഇടുന്നുണ്ട്. എന്തിനാണ് അവർക്ക് ആവശ്യം? അല്ലാണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലേ? മരുന്ന് തരാൻ പറ്റില്ലേ? അല്ലെങ്കിൽ പോലീസിന് ക്രമസമാധാനം പാലിക്കാൻ പറ്റില്ലേ? എന്തിനാണ് അവർക്ക് യൂണിഫോം? മംഗളമാതാജി, ഐഡന്റിഫൈ ചെയ്യാൻ ഗുരുജി. ആർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ? നമുക്കോ അതോ അവർക്ക് സ്വന്തം? സ്വന്തം വേണം, സ്വന്തം തോന്നാന്. എന്താ, എങ്ങനെ സ്വന്തം ഐഡന്റിഫൈ ചെയ്യാൻ? എന്താണ് അതിന്റെ? അതായത് ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി, ആ കുപ്പായത്തിൽ കയറിയാൽ പിന്നെ അയാൾ ആ ഡ്യൂട്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്റെ ഉത്തരവാദിത്തം. ആ പോലീസ് ആവുന്നതിന് മുമ്പേ, ഒരു ഡോക്ടർ ആവുന്നതിന് മുമ്പേ ചില പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അവര്. അത് പ്രകാരം ജീവിക്കണം അവര്. ഓക്കെ, അതൊന്നും വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ ഈ യൂണിഫോം അവരെ റിമൈൻഡ് ചെയ്യും, ഞാൻ എന്നെ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഇതില് ഈ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചില പ്രതിജ്ഞ ഓർത്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ കഴുത്തില് ഈ ശ്ലോകം വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിയസ്തിനി സുനിചൈവ സ്വപാകേച പണ്ഡിത സമദർശന, അല്ലെങ്കിൽ തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനി, ഇതെല്ലാം ഏലസിൽ എഴുതിയിട്ട് നമ്മുടെ കണ്ഠിമാരുടെ കൂടെ എഴുതാണെങ്കിൽ നമ്മളും നമ്മളെ റിമൈൻഡ് ചെയ്യാണ്, ഞാനൊരു ഡിവോട്ടിയാണ്, അല്ലെങ്കിൽ പ്രാക്ടീസിങ് ഡിവോട്ടിയാണ്, ഇന്നത്തെ പ്രകാരം നമ്മൾ പെരുമാറാൻ പാടുള്ളൂ മറ്റുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോട്. അപ്പൊ അതിന് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എന്ത് കയറിക്കൂടും? അഹങ്കാരം, അഹന്ത. ഞാൻ എന്തൊക്കെയാണ്? ഞാൻ ധനികനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ ശക്തിമാനാണ്, അല്ലേ, ഞാൻ ഇൻഫ്ലുവൻസറാണ്, അതാണ് ഇതാണ്, അങ്ങനെ ഒരുപാട് ഒരു ഉപാധികളില്ലേ പേരിന് ശേഷം. MBBS, MD, MBA, PhD, കുറെ ഉപാധികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ വിസിറ്റിംഗ് കാർഡിന്റെ അതിൽ കാണാം. ചില ആൾക്കാരുടെ ഒരു ഫുൾ ലൈനായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ. അതൊന്നുമല്ല നമ്മളുടെ ക്വാളിഫിക്കേഷൻ. നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഗോപി ഭർത്തൃപദ കമലയോർ ദാസാനുദാസ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. ഗോപി ഭർത്തൃപദ കമലയോർ ദാസാനുദാസ, ദാറ്റ് ഈസ് അവർ ക്വാളിഫിക്കേഷൻ. അതാണ് നമ്മുടെ യോഗ്യത. അല്ലാണ്ട് ഞാൻ PhD ആണ്, ഞാൻ പോസ്റ്റ് ഡോക് ആണ്, ഞാൻ MBA ആണ്, ഞാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണ്, MIT എന്നാണ്, അതൊന്നല്ല. അതൊക്കെ താൽക്കാലികം, വന്നും പോയി കൊണ്ടിരിക്കും, അല്ലെ? ഒരു സമുദ്രതീരത്ത് ചെന്നാൽ എത്ര അലകളാണ് അടിക്കുന്നത്, എത്ര പ്രാവശ്യം വരുന്നു പോകുന്നു, അതേപോലെയുള്ള നമ്മുടെ ഈ ജീവിതം. അപ്പൊ ആ ഒരു കാലയളവിൽ നമ്മൾ ചിലപ്പോൾ ചില ഭൗതിക തലത്തിലെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിയും. പക്ഷെ ഇത് എന്നേക്കുള്ളതാണ്, എറ്റേണൽ ഡിഗ്രിയാണ് നമ്മുടെ. ഏത്? ഗോപി ഭർത്തൃപദ കമലയോർ ദാസാനുദാസ എന്നുള്ള ഡിഗ്രി എറ്റേണൽ ഡിഗ്രിയാണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പെരുമാറാറുണ്ട്. പക്ഷെ എങ്ങനെ നമ്മൾ എല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടിയാണ്. ഒരു ഓവർനൈറ്റിൽ, ഒരു രാത്രി കൊണ്ട് നമ്മൾ മാറി എടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കൽമശങ്ങൾ നമ്മളുടെ ആ ഒരു ഇംപ്രഷനായിട്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ സട്ടിൽ ബോഡിയിലുണ്ട്, അല്ലേ? അതങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ നശിപ്പിക്കുന്നത് വരെ നമ്മൾ കുറച്ച് നല്ലതും ചീത്തയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും, പെരുമാറുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ദിവസം വരും, ഇതെല്ലാം മാറിയിട്ട് നമ്മൾ
ഒരു സീറോ ബാലൻസിൽ വരും. അപ്പോഴാണ് നമ്മൾ ശുദ്ധഭക്തനായിട്ട് മാറുന്നത്. ഇവിടെ ഗോസ്വാമിമാരും ആ തലത്തിലുള്ള ആൾക്കാരാണ്. ജീവഗോസ്വാമി ചെറിയ ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, വൃന്ദാവനില് രൂപഗോസ്വാമി എഴുതിയിട്ടുള്ള ആ ഭക്തി രസാമൃത സിന്ധുവില് വല്ലഭാചാര്യ വന്ന സമയത്ത് രൂപഗോസ്വാമി അത് വായിക്കാൻ കൊടുത്തു. ഹലോ ആചാര്യജി, ഇതൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയണം, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോരായ്മ ഉണ്ടാകുന്ന തിരുത്തണം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചാൽ വലിയൊരു ആചാര്യനാണ് വല്ലഭാചാര്യ എന്ന് പറഞ്ഞാൽ അധരം മധുരം പറഞ്ഞിട്ടുള്ള ഒരു ഇത് അല്ലേ, പുഷ്ടിമാർഗിന്റെ ആചാര്യനാണ് പുഷ്ടിമാർ. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്തുള്ളതാണ്, സമയകാലനാണ്. ചൈതന്യ മഹാപ്രഭു കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനോട്. കാരണം അദ്ദേഹം ഭാഗവതം അതിന് ഒരു കമന്ററി എഴുതി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു അത് വായിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപ് ദാമോദർ പ്രഭുവിന്റെ അടുത്ത് വന്നു. അപ്പൊ സ്വരൂപ് ദാമോദർ പ്രഭു പറഞ്ഞു, എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല? എന്താണോ ഭഗവാന് പ്രീതിയുള്ളത് അത് മാത്രമേ ഭഗവാൻ വായിക്കുള്ളൂ. അതായത് എവിടെയെങ്കിലും ഒരു അഹന്ത ഈ കമന്റേറ്റർ ഉണ്ടെങ്കിൽ, സ്വല്പ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. അത് ചൈതന്യ മഹാപ്രഭു വായിക്കില്ല. അതുകൊണ്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യും. ആരാണ്? സ്വരൂപ് ദാമോദർ പ്രഭുവാണ്. ആ ആരെന്ത് എഴുതിയാലും അദ്ദേഹം സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ. അപ്പൊ അതിലെന്തെങ്കിലും ഇമ്പൾസലിസം, ചെറിയൊരു ടിഞ്ച് മതി കാണുന്നുണ്ടെങ്കിൽ അത് കൊടുക്കില്ല. അപ്പോ സ്വരൂപ് ദാമോദർ പ്രഭു പറഞ്ഞു, ഇത് കൊടുക്കാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. കാണിച്ചാൽ ഇതാണ് ആ ഒരു പൂർണ്ണമ 100% ആ ശുദ്ധ ഭക്തിയിലല്ല, കുറച്ചൊരു ഇമ്പൾസലിസം ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് അദ്ദേഹത്തിന് ഇറങ്ങാം. പിന്നെ പറഞ്ഞു, അതായത് ചൈതന്യ മഹാപ്രഭുവിനെ പിന്നെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന് ഓഡിയൻസ് കിട്ടി, കാണാനുള്ള അവസരം കിട്ടി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ശ്രീധരസ്വാമി എഴുതിയില്ല. ശ്രീധരസ്വാമി എന്ന് പറഞ്ഞാൽ ഭഗവത്തിന്റെ കമന്റേറ്ററിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ വെക്കുന്നത്. അത്രയും നല്ല കമന്ററിയാണ് ശ്രീധരസ്വാമി. ചൈതന്യ മഹാപ്രഭുവിന് മുമ്പുള്ള ആചാര്യനാണ്. അദ്ദേഹത്തിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരു കമന്റ് പാസ്സാക്കി. എന്താ പറഞ്ഞത്? ശ്രീധരസ്വാമിയുടെ കമന്ററിക്കാളിലും കുറച്ചും കൂടി ഉയർന്ന നിലവാരത്തിലാണ് എൻ്റെ കമന്ററി എന്ന് പറയാതെ അവിടെ പറഞ്ഞു. ആരെ? ശ്രീ വല്ലഭാചാര്യ. ഇത് കേട്ടപ്പോൾ എന്താണ് ചൈതന്യ മഹാപ്രഭു ഉത്തരം പറഞ്ഞറിയോ? വളരെ ഹാർഷായിട്ടുള്ളൊരു ഇതാണ്. അതായത് തൻ്റെ ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു ഭാര്യ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. പറഞ്ഞപ്പോൾ ആകെ ഞെട്ടിപ്പോയി. അതെ, എന്താണ് അർത്ഥം? സ്വാമിയാണ് ശ്രീധര സ്വാമി, അതായത് മാസ്റ്റർ. ആ മാസ്റ്ററിനെക്കാട്ടിലും മീതെയാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലായി. അദ്ദേഹം ആകെ നമിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തെറ്റാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഓരോ സമയത്തും വളരെ ഹമ്പിളായിട്ടുള്ള പൊസിഷൻ എടുക്കുക. എപ്പോഴും രൂപ ഗോസ്വാമിക്ക്, രഘുനാഥദാസ് ഗോസ്വാമിക്ക്, എല്ലാ ആചാര്യന്മാർക്കും വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ തുച്ഛമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് വയസ്സുമായി, പക്ഷെ ഞാൻ എന്താണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആ റെമനൻസ്, അതിൻ്റെ ബാക്കി ഉച്ഛിഷ്ടം മാത്രമാണ് ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത്. ഈ കൂടുതൽ വിവരം വേണമെന്നുണ്ടെങ്കിൽ വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയിട്ടുള്ള അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം. ഒരു ഓഥറും തൻ്റെ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ള ഓഥറിന്റെ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യില്ലേ. ആലോചിച്ചു, ഇതാണ് വിനയം പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ രൂപഗോസ്വാമി തൻ്റെ ഭക്തി രസാമൃത സിന്ധു 10 ദിവസം പ്രയാഗിൽ വെച്ചിട്ട് രൂപഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു ഭക്തിയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൻ്റെ ഒരു എസൻസ് ആണ് ഭക്തി രസാമൃത സിന്ധു. അപ്പൊ അത് വായിച്ചിട്ട് വല്ലഭാചാര്യ പറഞ്ഞു, ഇതിൽ 1-2 സ്ഥലത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്താൽ നന്നായിരിക്കാം എന്ന് എൻ്റെ അഭിപ്രായം തോന്നുന്നു. അപ്പൊ എന്താണ് അത് വെച്ചാൽ,
ആ, ഭക്തിയെ അല്ല ഭക്തിയല്ല, ഭുക്തി മുക്തി പിശാചാച്ചി. അതായത് ഭുക്തി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എൻജോയ്മെന്റ്, മുക്തി പറഞ്ഞാൽ ലിബറേഷൻ. ഇതിനെ രണ്ടിനെയും പിശാചിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിശാച് പറഞ്ഞാൽ അറിയില്ല നമ്മള്, ഭൂതപ്രേത പിശാചങ്ങള്. ഭുക്തി നമുക്ക് മനസ്സിലാക്കാം, അതും സെൻസ് എൻജോയ്മെന്റ് ആണ്, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിയാണ്. പക്ഷെ മുക്തി ഈ ഭൗതിക തലത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. അതിനെങ്ങനെയാണ് നമ്മളെ പിശാചിനോട് തുല്യപ്പെടുത്തുക? അപ്പൊ അതുകൊണ്ട് മാറ്റണം, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മാറ്റി തന്നായിരിക്കുന്നു. അപ്പോ ആചാര്യദേവൻ ഗുരുദേവൻ എന്താ പറയുന്നത്, അത് പ്രകാരം ചെയ്യാം എന്ന് പറഞ്ഞില്ല. ഒരു മുടക്കവും പറഞ്ഞില്ല, അതിനെ ആർഗ്യൂ ചെയ്തില്ല ആര്, രൂപഗോസ്വാമി. പക്ഷെ ഇത് ജീവഗോസ്വാമി ഈ കൺവേഴ്സേഷൻ കേൾക്കുന്നുണ്ട്, കേട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ജീവഗോസ്വാമി അതായത് വല്ലഭാചാര്യർ കുളിക്കാൻ പോയ സമയത്ത് ജീവഗോസ്വാമി കൂടെ പോയിട്ട് പറഞ്ഞു, അല്ലയോ ആചാര്യ, അങ്ങ് പറയുന്ന ആ ഒരു അഭിപ്രായം ഞാൻ കേട്ടു. ദയവിട്ടിട്ട് എൻ്റെയും കൂടി ചെറിയൊരു എളിയ അഭിപ്രായം ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ രൂപഗോസ്വാമി എഴുതിയിരിക്കുന്നത്? കാരണം വെച്ചാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അത് ഭുക്തി ആയിക്കോട്ടെ മുക്തി ആയിക്കോട്ടെ, അത് വളരെ ലോവർ ആയിട്ടുള്ളതാണ്. അത് അവര് ആ ഒരു പിശാചായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഭക്തിയാണ്. അതിൻ്റെ കമ്പാരിസണിൽ ഇത് രണ്ടും യാതൊരു മൂല്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഭക്തന്റെ വീടിന്റെ ആ പടിവാതിൽക്കലാണ് ഭുക്തി മുക്തിയും, ഞാൻ അങ്ങോട്ട് വരട്ടെ സേവനം ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നത് കൈ കൂപ്പിക്കൊണ്ട്. ഭക്തൻ ഒരിക്കലും അതിനെ എൻകറേജ് ചെയ്യില്ല, ഭുക്തി മുക്തി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ജീവഗോസ്വാമി വളരെ ചെറിയൊരു വയസ്സിനും പ്രായത്തിലൊക്കെ ചെറിയ ആളാണ്. എങ്കിലും വല്ലഭാചാര്യർക്ക് ഇത് കേട്ടപ്പോൾ, ഈ കമന്ററിയുടെ ആ ഒരു ഡീറ്റെയിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ശരിയാണ്, ജീവഗോസ്വാമി വളരെ ബ്രില്യൻ്റ് ആണ്, ജീനിയസ് ആണ്, അദ്ദേഹം പറയുന്നത് ശരി. അപ്പൊ അവിടെ കാര്യം കഴിഞ്ഞു, അവിടെ ഒരു ഇതുമില്ല, ആർക്കും ഒരു ആലോക്യമില്ല. തിരിച്ച് വല്ലഭാചാര്യൻ വന്നു, രൂപഗോസ്വാമി കൊണ്ട് എന്തായാലും എൻ്റെ മരുമകൻ വെച്ചാൽ ചേട്ടൻ്റെ മകൻ വളരെ ബ്രില്യൻ്റ് ആട്ടോ, വളരെ ജീനിയസ് ആണ്. എനിക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചെറിയൊരു അപാകത, അതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അതിൽ യാതൊരു അപാകതയും തോന്നില്ല, അത് തന്നെ ഇരുന്നോട്ടെ, അതേപോലെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ രൂപഗോസ്വാമി വെച്ചു, ആരാന്ന് പറഞ്ഞെന്ന് ജീവഗോസ്വാമി ഒന്നും പറഞ്ഞില്ല. വല്ലഭാചാര്യൻ തിരിച്ചു പോയി ജീവഗോസ്വാമിയെ രൂപഗോസ്വാമി വിളിച്ചു. എന്താണ് സംവാദം അവിടെ ഉണ്ടായിരുന്നത്, എന്താണ് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഞാൻ അതായത് എൻ്റെ അതായത് അമ്മാവൻ്റെ അത് ശരിയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുത്തുള്ളൂ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മുതിർന്ന വൈഷ്ണവൻ, ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അങ്ങോട്ട് കയറി ചെന്ന് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരം ആര് തന്നു? ആര് തന്നു? അതും വൃന്ദാവനിലെ ഒരു ആചാര്യനെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള അധികാരം ആര് തന്നു? അതുകൊണ്ട് ജീവഗോസ്വാമിയുടെ രൂപഗോസ്വാമി പറഞ്ഞു, ഇവിടെ വൃന്ദാവനിൽ താമസിക്കാനുള്ള യോഗ്യത തനിക്കില്ല, അതുകൊണ്ട് വൃന്ദാവനം വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അവിടുന്ന് എന്ത് ചെയ്തു? എക്സൈലിൽ പറയുന്ന പോലെ നാട് കടത്തി. വൃന്ദാവനില് കാലുകുത്താൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവിടെ ഡിബേറ്റ് അല്ല, ഇവിടെ ഒരു സംഘർഷമല്ല, ഇവിടെ ഞാൻ വലുത് നീ വലുത്, അതല്ല. നമ്മൾ ഒരു മിനിമം എറ്റിക്കേറ്റിന്റെ ഒരു മഹാപുരുഷനെ, ഒരു മഹാത്മാവിനെ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ ലംഘിച്ചു. ആ ഒരു മിനിമം എറ്റിക്കേറ്റ് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വൃന്ദാവനത്തിന് പറഞ്ഞു. വേണമെങ്കിൽ ജീവഗോസ്വാമിക്ക് ആർഗ്യൂ ചെയ്യാമായിരുന്നു, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് വിചാരിച്ചത്, ഞാനൊന്നും വിചാരിച്ചിട്ടില്ല, എന്താ പറയുക, അമ്മാവൻ്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റും. ഒന്നും പറഞ്ഞില്ല. എന്താണ് രൂപഗോസ്വാമി പറഞ്ഞത് അത് അക്ഷരം പ്രതി അനുസരിച്ച് വൃന്ദാവനിൽ നിന്ന് പുറത്തുപോയി. ഒരു കൊല്ലം വൃന്ദാവനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും കൂടി രൂപഗോസ്വാമി ജീവഗോസ്വാമിക്ക് എപ്പോഴും ലെറ്റർ എഴുതുമായിരുന്നു. ലെറ്റർ, അപ്പോൾ ഓരോ ലെറ്ററിലും ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അപ്പൊ അങ്ങനെ
11 ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആ 11 ഇൻസ്ട്രക്ഷനാണ് എന്തായിട്ട് വന്നത് ലേറ്ററായിട്ട് പിന്നീട് ഉപദേശാമൃതം. ഉപദേശാമൃതം, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒരുപാട് ഇൻസ്ട്രക്ഷൻ, അതില് മുത്തായിട്ടുള്ള 11 ഇൻസ്ട്രക്ഷനാണ് ഈ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശാമൃത. അങ്ങനെയാണ് ഉപദേശാമൃത ഉണ്ടാവുന്നത്. പിന്നീട് സനാതന ഗോസ്വാമി വന്നിട്ട് രൂപ ഗോസ്വാമിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മതി കുഴപ്പമില്ല, ഇനി തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജീവഗോസ്വാമി തിരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ വിനയം, അതാണ് വിനയം എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഇവിടെ എനിക്ക് ഓർമ്മ വന്നത്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിയസിനി സുനിച്ചൈവ സ്വപാക്കേച്ച പണ്ഡിതാസം. അപ്പൊ അങ്ങനത്തെ പണ്ഡിതന്മാരെ സമദർശനം എല്ലാവരും ഈക്വലായിട്ട് കാണുള്ളൂ. നമുക്ക് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? ധനം അല്ലേ. ഭയങ്കര സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. ശരിക്കുള്ള സമ്പത്ത് എന്താണ്? വിദ്യ. നമ്മളെ ഭക്തന്മാരെ സംബന്ധിച്ചോളം നമ്മുടെ സമ്പത്ത് എന്താണ്? ഗോലോകേര പ്രേമധന നാമസങ്കീർത്തനം. പ്രേമധനമാണ്. നമ്മളുടെ ധനം പ്രേമധനം, ഭഗവാൻ കൃഷ്ണനുള്ള പ്രേമം. ഗോലോകേര പ്രേമധന നാമസങ്കീർത്തനം. നമ്മളെ വേറൊരു ധനമുണ്ട് നമുക്ക്, എസ്പെഷ്യലി ഭക്തസംഘം. അത് പ്രധാനപ്പെട്ട ധനമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ട ധനമാണ് ഭക്തസംഘം. ഇതെല്ലാവർക്കും കിട്ടില്ല ഈ ഭക്തസംഘം. അതിനൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സുഹൃതം ചെയ്തിട്ടുണ്ടായിരിക്കണം ഏതെങ്കിലും ജന്മത്തിൽ. അതല്ലെങ്കിൽ ഉയർന്ന ഭക്തന്മാരുടെ അവരുടെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സംഘം, ഭക്തസംഘം കിട്ടൂ. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടോ, പ്രേമ പുമാർത്തോ മഹാൻ. പ്രേമ പുമാർത്തോ എന്താണ്? പുരുഷാർത്ഥങ്ങൾ നമുക്കറിയാം, ധർമാർത്ഥ കാമമോക്ഷം. ഇതല്ല, ഇതിലും ഉപരിയാണ് എന്നാണ് കൃഷ്ണപ്രേമം. പ്രേമ പുമാർത്ഥോ, അതാണ് മഹാൻ. ഏറ്റവും, അതായത് ആ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുന്നത് കൃഷ്ണപ്രേമമാണ്, അല്ലാണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു വിദ്യ കൊണ്ട് സമ്പന്നനായിട്ടുള്ള, വിനയവും സമ്പന്നമായിട്ടുള്ള ഒരു ഭക്തൻ ഒരു ബ്രാഹ്മണനെയും ഒരു പശുവിനെയും ഒരു ആനയെയും ഒരു ചണ്ടാലിനെയും അതേപോലെ ഒരു നായയെയും ഒരേപോലെ ദർശിക്കുന്നു. എന്താണ് അവരുടെ ദർശനം? എന്തുകൊണ്ടാണ് ഒരേപോലെ ദർശിക്കണം എന്ന് പറയുന്നത്? സ്മിത മാതാജി, എന്താണ് അവര്, എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഒരേപോലെ ദർശിക്കുന്നു? അതിന്റെ അർത്ഥം എന്താണ്? ഹരേ കൃഷ്ണ, എല്ലാ ജീവികളുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട്. ഓക്കെ, പിന്നെ അതല്ലാതെ യെസ്, എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നത്. അതല്ലാതെ എങ്ങനെ നമ്മളിപ്പോ ഒരു സിംഹത്തിനെ, ഒരു ആനയെ, ഒരു പശുവിനെ നമുക്ക് നമ്മളുടെ സ്വജാതിയല്ല, ഓക്കെ, അവരുടെ രൂപം മാറി, അവരുടെ ദേഹസ്ഥിതി മാറിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ഒരേപോലെ കാണാൻ പറ്റുക? കാരണം ഒന്ന് മാതാജി പറഞ്ഞ് എക്സാക്ട്ലി ആ റീസൺ. അല്ലാതെ അല്ലാണ്ട് എന്താണ് റീസൺ? ഭഗവാന്റെ അംശം. എല്ലാവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സാക്ഷിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഉപദേശന്ത അനുബന്ധമായിട്ട് ഇരിക്കുന്നുണ്ട് ഭഗവാൻ. അതിപ്പോ മാതാജി, സ്മിത മാതാജി തന്നെ പറഞ്ഞു, എല്ലാവരുടെയും ആത്മാവില് ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പൊ ഇതിൽ വ്യത്യാസം എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ മനുഷ്യ ശരീരത്തിലാണ്, മൃഗങ്ങളുടെയാണ്, പക്ഷികളുടെയാണ്, കൃമികീടങ്ങൾ. പക്ഷെ നമുക്ക് അവരായിട്ട് ഒരേ തലത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ എന്താണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചാൽ, അവർക്ക് ദേഹം വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ, രണ്ടുപേരും പറഞ്ഞ പോലെ, ആത്മാവ് പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേപോലെയാണ്. പരമാത്മാവ് മാത്രമല്ല, ആത്മാവിനും വ്യത്യാസമില്ല. ഓക്കെ, എൻ്റെ ഹൃദയത്തിലുള്ള ആത്മാവിനും ഒരു പട്ടിയുടെ ഹൃദയത്തിലുള്ള ആത്മാവിനും ഒരു പക്ഷിയുടെ ഹൃദയത്തിലുള്ള ആത്മാവിനും വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. അതേപോലെ പരമാത്മാവിനും വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ
ഒരേപോലെ നമ്മൾ ഈ ശരീരത്തിന്റെ അത് നോക്കിയിട്ട് അവരെ വ്യത്യാസമുണ്ടെന്ന് പറയാൻ പാടില്ല. ശരീരം വന്നും പോയി കൊണ്ടിരിക്കും. ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ച് എനിക്ക് ഇന്നിപ്പോ മനുഷ്യ ശരീരം കിട്ടും, നാളെ ചിലപ്പോ ദേവന്മാരുടെ ശരീരം, പിന്നെ ചിലപ്പോ ആനയുടെ ആയിരിക്കും, ചിലപ്പോ വേറെ വല്ലതായിരിക്കും. അപ്പോൾ അത് എൻ്റെ കർമ്മഫലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആത്മാവിനോ പരമാത്മാവിനോ യാതൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അവരെന്താണ് കാണുന്നത്? ഒരു വിദ്യാവിനയ സമ്പന്ന ഒരു പണ്ഡിതൻ എന്താ കാണുന്നത്? ആ പുറമേയുള്ള ആവരണമല്ല കാണുന്നത്, അതിലുള്ളിരിക്കുന്ന സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിനെയാണ് വീക്ഷിക്കുന്നത്. അത് എല്ലാവരുടെയും ഒന്ന്. അതുകൊണ്ട് അവരെ എല്ലാവരെയും തുല്യമായി കാണുന്നു. ക്ലിയർ ആയോ സംഗതി സ്മിത മാതാജി? ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലായി പ്രഭു. ഇതാണ് സംഗതി. അപ്പൊ നമ്മളുടെ ആ ആവരണത്തിന് നോക്കണ്ട, നമ്മളുടെ ശരീരത്തിന് നോക്കണ്ട, അത് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള റിയൽ ഐഡന്റിറ്റി, ദ റിയൽ പേഴ്സൺ എല്ലാവരും ഒരേ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ആ പണ്ഡിതൻ ഈക്വലായിട്ട് കാണുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ അത് ബ്രാഹ്മണനായാലും ശരി, ബ്രാഹ്മണന്റെ ഉള്ളിരിക്കുന്നത് എന്താണ്? സച്ചിദാനന്ദമായിട്ടുള്ള ഭഗവാന്റെ അംശമാണ്. പശുവിന്റെ ഉള്ളിലും അതന്നെ സച്ചിദാനന്ദമായിട്ടുള്ള ഭഗവാന്റെ അംശമാണ്. അതേപോലെ ആന അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ നായ തിന്നുന്ന ഒരു ചണ്ടാൽ, എല്ലാവരെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് സെയിം ക്വാളിറ്റി, സെയിം ക്വാണ്ടിറ്റി. ഇപ്പൊ ആത്മാവിന്റെ ആ സൈസ്, മനുഷ്യന്റെ ദേഹത്തിലുള്ള ആത്മാവിന്റെ സൈസ് കുറച്ച് വലുതാണ്. ഒരു പൂച്ചയുടെ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ അല്ലെങ്കിൽ കൊതുവിന്റെ ഹൃദയത്തിലുള്ള ആത്മാവിന്റെ സൈസ് ചെറുതാണ്. അങ്ങനെയുണ്ടോ? ഇല്ല, സെയിം ഡയമെൻഷൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അഹങ്കരിക്കണം ഞാൻ മനുഷ്യനാണെന്നുള്ളത്? യെസ്, നമുക്ക് ഒരു സ്പെഷ്യൽ അലവൻസ് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കിട്ടാത്തത്. എന്നാണ് നമുക്ക് ബുദ്ധി, വിവേകബുദ്ധി, വിവേചന ബുദ്ധി, റീസണിങ് പവർ, ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഭഗവത് പ്രാപ്തി നേടാൻ ഈസിയാണ്. ഇത് ഒഴിച്ചാൽ വേറെ യാതൊരു വ്യത്യാസമില്ല നമ്മളും മറ്റുള്ള ജീവജാലങ്ങളും തമ്മിൽ. Okay. So the humble sages, by virtue of true knowledge, see with equal vision a learned and gentle Brahmana, a cow, an elephant, a dog, and dog eater. Dog eater എന്ന് പറഞ്ഞാൽ ചണ്ടാൽ, ഔട്ട്കാസ്റ്റ്. ഇപ്പൊ നമ്മളുടെ സാധാരണ ഈ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് നോക്കുമ്പോൾ 4 വർണ്ണങ്ങളേ ഉള്ളൂ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ താഴെയുള്ള ആൾക്കാരൊക്കെ എന്താ? ഔട്ട്കാസ്റ്റ് ആണ്. അതിൽ പുളിന്ത, പുൽക്കശ, ശുംഭ, അങ്ങനെ ഒരുപാട് പേര് ഭാഗത്തിൽ കാണാം അല്ലെ, ആന്ധ്ര, ചണ്ടാല. അപ്പൊ അവരൊക്കെ താഴ്ന്ന ആൾക്കാർ. പക്ഷെ ഈവൺ അവരെയും കൂടി നമ്മളെ അങ്ങനെ കാണാൻ പാടില്ല. കാരണം ഭഗവാന്റെ മക്കളാണ് അവരെല്ലാം. അവരും ഈ നിലയ്ക്ക് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നാളെ അവരും മനുഷ്യരായിട്ട് ജനിക്കും, അവർക്കും പുരോഗതി ഉണ്ടായിരിക്കും. അപ്പോൾ ഈവൺ ഔട്ട്കാസ്റ്റ്. അപ്പോൾ ഒരാളെ നമ്മൾ അങ്ങനെ ഭിന്നമായിട്ട് കാണാൻ പാടില്ല. അതാണ് ഒരു റിയൽ പണ്ഡിതൻ എന്ന് പറയുന്നത്. So a Krishna conscious person does not make any distinction between species or caste. ഇപ്പോൾ ഏത് ഇനമാണെങ്കിലും ശരി, മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി, പക്ഷികളായാലും ശരി, മത്സ്യങ്ങളായാലും ശരി, കൃമികീടങ്ങളായാലും ശരി, അല്ലെങ്കിൽ വർണ്ണാശ്രമത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഉള്ള ആ ഒരു സിസ്റ്റം ആണെങ്കിലും ശരി, ഇതെല്ലാം എന്തിനാണ്? നമ്മളെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളെ ഒരു ശുദ്ധ ഭക്തന്റെ സ്റ്റേജിലേക്ക് വളർത്താനുള്ള ഒരു പടിപടിയായിട്ടുള്ള ഒരു ക്രമം മാത്രമാണ്. നമ്മളൊരു ലാഡറുണ്ട്, ഒരു കോണിയുണ്ട്, മുകളിലേക്ക് പോകണം, ടെറസിലേക്ക്. അപ്പോൾ ആ പടിപടിയായിട്ട് കയറിയാലേ നമ്മൾ ടെറസിലേക്ക് എത്തുള്ളൂ. ആദ്യത്തെ പടിയിൽ നിന്ന് 20ാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെക്കാനൊന്നും പറ്റില്ല. നമുക്ക് പറ്റുമോ? അപ്പൊ പടിപടിയായിട്ട് നമ്മൾ, അതേപോലെ നമ്മൾ തമോ ഗുണത്തിലാണെങ്കിൽ അവിടുന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണം നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ സത്വത്തിലേക്കും നമ്മൾ പതുക്കെ പതുക്കെ ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ ഒരിക്കലും അങ്ങനെ വ്യത്യാസം കാണുന്നില്ല. ഏത് ഇനത്തിലായാലും ശരി, ഏത് വർഗത്തിലായാലും ശരി, ഏത് വർണ്ണത്തിലായാലും ശരി. The Brahmana and the outcast may be different from the social point of view. For a dog, a cow, and an elephant may be different from the point of view of species. But these differences are body
of body are meaningless from the viewpoint of learned transcendentalists. അപ്പോൾ ബോഡ്ലി പെർസെപ്ഷനിലെ വ്യത്യാസം കാണാം. പക്ഷേ ഒരു ഭക്തന്റെ കണ്ണില് ആ ഡിഫറൻസ് അല്ല. കാരണം ആ ഭക്തൻ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ളുന്ന ആത്മാവിനെയാണ്. This is due to their relationship to the Supreme. For the Supreme Lord, by his plenary portion, as Paramatma, is present everyone's heart. Such an understanding of the Supreme is real knowledge. ഇതാണ് ശരിക്കുള്ള ജ്ഞാനം. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതെല്ലാം ഭൗതികത്തിൻ്റെ ശരീരത്തിനെ ബന്ധിച്ചിട്ടുള്ള ജ്ഞാനം. As far as the bodies are concerned, in different castes or different species of life, the Lord is equally kind to everyone because he treats every living being as a friend, yet maintains himself as Paramatma regardless of the circumstances of the living entities. Bhagavad Gita Bhagavan പറഞ്ഞു തന്നെ ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം. സുഹൃതമാണ് എല്ലാ ഭൂതം. അപ്പൊ മനുഷ്യന്മാരുടെ മാത്രമാണ് ഞാൻ സുഹൃത്തം പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭഗവാൻ എല്ലാവരുടെയും പരംപിതാണ്. പരം അഹം ബീജ പ്രതാപിത എന്ന് പറയുന്നത്. ആ പരംപിതാവായിട്ടുള്ള ഭഗവാന്റെ മക്കളാണ് എല്ലാവരും, എല്ലാ സ്പീഷീസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും ഈക്വലാണ്. ഒരാൾക്കും കൂടുതലില്ല കുറവില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ടീച്ചർ ഇപ്പോൾ സാവിത്രി ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ഒരേപോലെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് സ്പെസിഫിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. 30 കുട്ടികളുടെ 30 കുട്ടികൾക്കും ഒരേ ജ്ഞാനമാണ് പകർന്നുള്ളത്. പക്ഷെ അതിൽ ചില കുട്ടികൾ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, ചില കുട്ടികൾ അത് ഹോംവർക്ക് ചെയ്യും, പഠിക്കും, ബയാട്ട് ചെയ്യും, അനുസരിക്കും, ചില കുട്ടികൾ ചെയ്യില്ല. അത്രേ ഉള്ളൂ. ആ വ്യത്യാസം കുട്ടികളുടെ എല്ലാവരും കാണും. പക്ഷേ പഠിപ്പിക്കുന്ന 30 കുട്ടികൾക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതിൽ അനുസരിക്കുന്ന ചില കുട്ടികളുണ്ടായിരിക്കും, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്ന ചില കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ടീച്ചർ തീർച്ചയായിട്ടും ചെയ്യും അല്ലേ? നമ്മൾ വീട്ടിലും തന്നെ 5 കുട്ടികളുണ്ട്, 4 കുട്ടികൾ അനുസരണമുള്ളതാണ്, ഒരു കുട്ടി അനുസരണ. അപ്പോൾ ആ അനുസരണ കുട്ടികളോട് അവരോട് അവിടെ ചീത്ത പറയില്ല, ശകാരിക്കില്ല, ദേഷ്യപ്പെടില്ല. അപ്പോൾ മറ്റേ കുട്ടി എപ്പോഴും എന്നെ മാത്രം എന്താണ് ദേഷ്യപ്പെടുന്നത്, ചീത്ത പറയുന്നത്, മറ്റുള്ള 4 അതായത് സിബ്ലിങ്സിനെ പറയുന്നില്ല. എന്താ കാരണം? കയ്യിലിരിപ്പ് അല്ലേ? അതന്നെ കാരണം. So such an understanding of the Supreme is real knowledge. As far as the bodies are concerned, in different castes or different species of life, the Lord is equally kind to everyone because he treats every living being as a friend and maintains himself as Paramatma regardless of circumstances of the living entities. The Lord as Paramatma is present both in the outcast and the Brahmana, although the body of a Brahmana and that of an outcast are not the same. ശരീരം വ്യത്യസ്തമാണെങ്കിലും ഭഗവാൻ പരമാത്മാവായിട്ട് സ്മിത മാതാജിയും ശ്യാമള മാതാജിയും പറഞ്ഞ പോലെ ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. അതൊരു ആനയുടെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട്, മനുഷ്യരുടെ കൃമികീടങ്ങളുടെ ഉണ്ട്. അതിന് യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, ഇത് നികൃഷ്ട ജീവിയാണ്, ഞാൻ അവരുടെ ഹൃദയത്തിൽ ചെന്നിരിക്കില്ല എന്ന് ഭഗവാൻ പറയും? ഇല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ബോഡ്ലി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അവിടെ. The similarity in the quality of the soul and the super soul, however, does not make them equal in quantity. അപ്പോൾ ആ സിമിലാരിറ്റി നമ്മളുടെ ഹൃദയത്തിലും മറ്റുള്ള ജീവജാലങ്ങളുടെ ഹൃദയത്തിലുള്ള സിമിലാരിറ്റി ഒന്നാണെങ്കിലും ആ സിമിലാരിറ്റി ഭഗവാന്റെ തുല്യമായിട്ട് പരമാത്മാവിന്റെ ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് തുല്യമാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഡസ് നോട്ട് മേക്ക് ദം ഇൻ ക്വാണ്ടിറ്റി. For the individual soul is present only in the particular body, whereas the Paramatma is present in each and every body. അപ്പോൾ എൻ്റെ ഈ ജീവാത്മാവ് എൻ്റെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള ജീവാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ജീവാത്മാവിനെ ഈ ശരീരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ശരീരത്തിൽ എന്താണ്, മനസ്സിൽ എന്താണ് നടക്കുന്നത് അവർക്ക് പറ്റില്ല. നേരെ മറിച്ച് പരമാത്മാവ് എന്താണ്, എല്ലാവരുടെ ശരീരത്തിലുണ്ട്, ഓൾ പെർവേസീവ് ആണ്. അതുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിലും മനസ്സിലും എന്തൊക്കെ നടക്കുന്നതെല്ലാം പരമാത്മാവിന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. A Krishna conscious person has full knowledge on this and therefore is truly learned and has equal vision. കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തന് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭക്തന് എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റും. ഈക്വൽ വിഷൻ, സമദർശിയായിരിക്കും. ദ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോൾ ആൻഡ് ദ സൂപ്പർ സോൾ ആർ ദാറ്റ് ദേ ആർ ബോത്ത് കോൺഷ്യസ്. രണ്ടുപേർക്കും ചേതനയുണ്ട്, ജഡമല്ല എന്നർത്ഥം. കോൺഷ്യസ്, അവബോധമുണ്ട്. കല്ലിന് അവബോധമില്ല. കല്ലിന്റെ ഉള്ളില് പരമാത്മാവുണ്ട്, അവിടെ ജീവാത്മാവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അവബോധമില്ല. നമ്മൾക്കുള്ള അവബോധം ഒരു കല്ലിനുണ്ടായിരിക്കില്ല. കാരണം ജഡവസ്തുവാണ്, ചേതനയില്ലാത്ത വസ്തു. So the similar characteristics of the soul and super soul are that they are both conscious, eternal and blissful. But the difference is that the individual soul is conscious within the limited jurisdiction of the body, whereas the super soul is conscious for all the bodies. Super soul is present in all bodies without distinction. അപ്പോ ഏത് ശരീരമാണ്, നല്ലതാണോ ചീത്തയാണോ, അതൊന്നും നോക്കാണ്ട് പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് വസിക്കുന്നു, ജീവാത്മാവിന്റെ കൂടെ. അപ്പൊ അതാണ് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവ്യസിനി സുനി ചൈവ സ്വഭാക്കേശ പണ്ഡിത സമദർശന എന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹരേ കൃഷ്ണ ഗുരുജി, രണ്ടിനും അവബോധം ഉണ്ട് പറയണത് ജീവാത്മാവിനും പരമാത്മാവിനും എന്നല്ലേ പറഞ്ഞേ? അതെ, അപ്പൊ പരമാത്മാവിന് എല്ലാവരെ പറ്റിയിട്ടുള്ള അവബോധമുണ്ട്. ജീവാത്മാവിന് അവനവന്റെ ബോഡിയിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലാവാത്തത് നമ്മുടെ ഉള്ളിൽ ഈ അണു മാത്രയിലുള്ളത് കാരണമാണോ? അല്ലല്ല, സൈസ് അല്ല. അവിടെ നമ്മള് ലോക്കലൈസറാണ്. നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാനല്ല. ഭഗവാൻ പൂർണ്ണമാണ്. ഭഗവാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് പരമാത്മാവ് എല്ലാ അണുക്കളിലുണ്ട്, എല്ലാ ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ട് ഭഗവാന് എല്ലാ സ്ഥലത്തും എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. നമ്മള് ലോക്കലൈസ് പറഞ്ഞല്ലേ, ലോക്കലൈസ് പറഞ്ഞാൽ ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, നമ്മളുടെ പരിധി ഈ ശരീരം മാത്രമാണ്. ഇത് വിട്ടിട്ട് ഇപ്പൊ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് എനിക്ക് യെസ്, ചില ഉയർന്ന ഭക്തന്മാർക്ക് ചില സിദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട് കുറച്ച് ആൾക്കാരുടെ. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പ്രഭുപാദ, ചില ആചാര്യന്മാരൊക്കെ, അവരൊക്കെ നമ്മൾക്ക് അത്ഭുതം തോന്നും. എങ്ങനെ, അതായത് മുൻകൂട്ടി കാണും. അവർ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പറയും. എങ്ങനെ ഇത് പ്രഭുപാദയ്ക്ക് മനസ്സിലായത്? നമുക്ക് അത്ഭുതം. കാണിച്ചാൽ അവർക്ക് ഭഗവാൻ കൊടുത്തുള്ള ചില ശക്തിയാണ്, ഒരു ലിമിറ്റഡ് മിസ്റ്റിക് പവർ. തൻ്റെ ഭക്തന്മാരെ മനസ്സിലാക്കാനും അവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാന്റെ കൃപയാൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും നമ്മളുടെ എന്ന് പറഞ്ഞ ജീവാത്മാ പറഞ്ഞ ലിമിറ്റഡ് നോളജ്, ലിമിറ്റഡ് ജുറിസ്ഡിക്ഷൻ ആണ് നമ്മളുടെ തട്ടകം, നമ്മളുടെ പരിധി. നമ്മളല്ല ഈ അമ്പലം നമ്മുടെ തട്ടകത്തില്ലേ, അതേപോലെ നമ്മളുടെ തട്ടകം ഈ ശരീരം മാത്രമാണ്. അതിലും മീതെ പോകാൻ പറ്റില്ല. സംശയം, ഇതിപ്പോ നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് ഉണ്ടല്ലോ, എല്ലാരും ഉള്ളിൽ പരമാത്മാവ് ക്വാണ്ടിറ്റിയും ഒരേപോലെ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരേപോലെ. അപ്പൊ ജീവാത്മാവ് ഇച്ഛിക്കുന്നത് മാത്രമാണ് പരമാത്മാവ് കൊടുക്കണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീവാത്മാവ് ഇച്ഛിക്കുന്നത് മാത്രമല്ല, ജീവാത്മാവിന്റെ കൂടെ സട്ടിൽ ബോഡിയിൽ കർമ്മം കൂടി വരുന്നുണ്ട്, പഴയ ജന്മങ്ങളിൽ. ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോ ആ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പല പല കാര്യങ്ങൾ വന്നു ചേരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ കർമ്മഫലം ആയിരിക്കില്ല. പല ആൾക്കാർക്കും പല കർമ്മം. കാരണം നമ്മളുടെ ബാഗേജ്, കാർമിക് ബാഗേജ് വ്യത്യസ്തമാണ്. എന്തെല്ലാം കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ട്, സുഹൃതി ദുഷ്കൃതി, നല്ലതും ചീത്തയും, അതൊക്കെ നമുക്കറിയാൻ പറ്റില്ല നമ്മളുടെ സ്റ്റോക്കിൽ എത്രയുണ്ട്. അതനുസരിച്ച് നമ്മളുടെ സഫറിങ്ങും എൻജോയ്മെന്റും മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ മാതാജി? പിന്നെ പ്രഭുജി ഒരു ചോദ്യമാണ് കേട്ടോ. നോ പ്രോബ്ലം.
ശുദ്ധീകരണം നടക്കാന്ന് പറയല്ലോ, മുന്നേ ഉം. പറഞ്ഞു തന്നിട്ടുണ്ട് പ്രഭുജി. അപ്പൊ ഈ പരമാത്മാവിന്റെ ശുദ്ധീകരണം നടക്കണില്ലല്ലോ, ജീവാത്മാവിന്റെ ശുദ്ധീകരണം പരമാത്മാവിന്റെ എന്ത് ശുദ്ധീകരണം? പരമാത്മാവിന് എന്തിനാ ശുദ്ധീകരണം? പരമാത്മാവ് സച്ചിദാനന്ദമാണ്. അതേപോലെ ജീവാത്മാവിന് ശുദ്ധീകരണം നടക്കുന്നില്ല. ജീവാത്മാവും സച്ചിദാനന്ദമാണ്. ശുദ്ധീകരണം നമ്മളുടെ ഫാൾസ് ഈഗോന്റെ നടക്കുന്നു. വിദ്യാഹങ്കാരം. അത് ട്രൂ ആയാൽ ട്രൂ അഹങ്കാരം അല്ലെ, ട്രൂ ഈഗോ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. എന്താണ് മിഥ്യാഹങ്കാരം? ഞാൻ ഈ ശരീരമാകുന്നു, ഈ കാണുന്നതെല്ലാം എൻ്റെ ആസ്വാദനത്തിനാണ്, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ രാഷ്ട്രമാണ്, ഇത് എൻ്റെ ബന്ധുക്കളാണ്, ഇത് എൻ്റെ പൈസയാണ്, ഇത് എൻ്റെതാണ്. അതാണ് അതിനാണ് ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ഈ തലത്തിൽ നിന്ന് നമ്മൾ ഒരു യൂണിവേഴ്സൽ തലത്തിലേക്ക് വളരണം. അതാണ് വിദ്യാവിനയ സമ്പന്നം. ഓക്കെ മാജി, ക്ലിയർ ആയി പ്രഭുജി. വേറെ എന്തെങ്കിലും? ഓക്കെ, എന്തായാലും അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, हरे कृष्णा।